പൊരിക്കോ 3-4 കൊല്ലം ഞാൻ ജയിലിൽ കടന്നിറങ്ങി വരിക. ഇതിലില്ല നിങ്ങൾ ഇവിടെ പണിക്കാരില്ല. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ നോക്കിയാൽ പോരാ പണിയും കാര്യമൊക്കെ. ഉത്തർപ്രദേശ് ഒന്നല്ല, വെൽക്കം ടു കേരള. മനസ്സിലായില്ല? കടലിൽ ചാവാൻ നിൽക്കാണ്ടായി. കേരളത്തിലെ ചക്കന്മാരെ മനസ്സിലായില്ല. ഇവിടെ ഒരു കോയിനെ കൊല്ലുന്ന മാതിരി ഇവനെ കൊല്ലാനുള്ളടാ. പിന്നല്ല തന്ത്ര റിസർവ് ചെയ്താ റാറ്റടിക്ക് ഞാൻ യൂപിയിലെ പാലാൻ വിളിച്ചോളൂ. നമ്മള് പേടിക്കണോ? നമ്മൾ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം അങ്ങോട്ട് വരിക. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് ഇപ്പം അങ്ങോട്ട് വരിക. അപ്പൊ പിന്നെ പറഞ്ഞാൽ ഞാൻ പേടിക്കണോ? കൊലക്കേസ് കഴിഞ്ഞ് വരുന്ന ഞാൻ കുത്തിക്കാളും ഞാൻ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേരളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നല്ല മഴക്കുള്ള കോളുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എറണാകുളം നിന്ന് പോകാൻ കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകണം. എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ വണ്ടിയിലല്ല പോകുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കണ്ടേന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തൊക്കെ വീഡിയോ പെടുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് എന്തോ എൻ്റെ വർക്കിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ശരിയാക്കാണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ മഴ വരുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഓനെ വീട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യണം. ഓനെ പിക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ കയറി പോകണം. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തും നമ്മളങ്ങനെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രൻസ് തന്നെ ട്രെയിനിൻ്റെ ഒരു ബോഗി കാണാൻ വേണ്ടി പറ്റും എഞ്ചിന്. അപ്പോൾ ഇതാണ്ടോ, നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ നമുക്ക് ടിക്കറ്റ് എടുത്ത് നേരെ എറണാകുളം പോകും. അപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. ഒരു 52 ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ 50 സമയം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റ് കിട്ടുമില്ലെന്ന് അറിയില്ല. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ വേഗം പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് നേരെ വണ്ടി പോയി പാർക്ക് ചെയ്യണം. അങ്ങനെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ടിക്കറ്റ് കിട്ടും നോക്കാം. 50 52 ട്രെയിനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാകുള്ളൂ. 1 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാകുള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ ഓടി വന്ന് ട്രെയിനിൽ കയറിയതും ട്രെയിൻ അങ്ങനെ എടുത്തിട്ടാ. അവിടുന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. നോക്കുമ്പോൾ നടന്നില്ല. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ എറണാകുളം പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ലക്കിടി എത്തിയുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ട്രെയിനിൽ ഇപ്പോൾ അധികം തിരക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടുമായിരിക്കും. തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേനും തിരക്ക് ഒരുപാട് കൂടുമായിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ല ട്രെയിനിൽ. ഇപ്പോൾ സുഖമായിട്ട് സീറ്റൊക്കെ മൊത്തം കാലിയാണ്. സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ചിലപ്പോൾ തിരക്കിങ്ങനെ കൂടി വരുമായിരിക്കും. ട്രെയിൻ ഇപ്പോൾ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ട്രെയിൻ വരുമായിരിക്കും. അതുകൊണ്ട് നിർത്തിയായിരിക്കുക. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ തുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എറണാകുളം എന്നാലും ന്യൂസിലൊക്കെ കണ്ടിരുന്നു വെള്ളം കയറിയിട്ട് റൂട്ട് കൂടെ ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയി എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ വെച്ചാൽ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർത്തിൽ ട്രെയിൻ നിർത്തിയില്ല, നേരെ സൗത്തിക്കാണ് വന്നത്. ലിഫ്റ്റ് വർക്കാവോ?
ഇനിയിപ്പോൾ നേരെ മെട്രോക്ക് അല്ലേ പോണേ? മെട്രോ പോയിട്ട് അവിടെ നേരെ കലൂരില്ലേ? അപ്പോൾ നേരെ മെട്രോ പോയിട്ട് ഇനി കലൂർ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മെട്രോൻ്റെ അടിയിലൂടെ അങ്ങനെ നടക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ മെട്രോ പോവാം. ഓക്കെ, അപ്പോൾ നേരെ കലൂരെത്തിയിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ എടുത്തു ഇടാം കേട്ടോ. ടിക്കറ്റ് എടുത്തു, അവിടെ സ്കാൻ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ മേലോട്ട് പോകണം. ഓക്കെ, എസ്കലേറ്റർ അവരെന്താ എസ്കലേറ്ററിൽ പോകാനാ പറഞ്ഞു? പോയി നോക്കട്ടെ കേട്ടോ. ഇറങ്ങിയായിരിക്കും. ഞാൻ മെട്രോയിൽ കയറുന്ന ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചല്ലോ കലൂർക്ക്. എന്തായാലും കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. നീ ഇവിടുന്ന് മേലെ കയറണം. നീ കയറിയുണ്ടോ? എത്ര പ്രാവശ്യം? 6 ഞാൻ അവിടെ വന്നിട്ട് ആദ്യമായിട്ടോ കയറുന്ന. എറണാകുളത്ത് വന്നിട്ട് മെട്രോയിൽ കയറുന്ന ആദ്യമായിട്ടോ. എവിടെ നിന്ന് കയറിയിട്ടില്ല. അപ്പം എന്തായാലും കയറി വെക്കാം. ഇതല്ലടാ റോഡ് 2-3 സ്റ്റോപ്പേജ് ഇതിൽ കാണിക്കില്ല. ലൊക്കേഷൻ നമ്മൾ ഇറങ്ങേണ്ട ലൊക്കേഷൻ ഇതിൽ കാണിക്കട്ടോ കറക്റ്റായിട്ട്. അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ കലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മെട്രോയിൽ ആദ്യമായിട്ടോ കയറുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് എത്തി കേട്ടോ. സാധാരണ നമ്മൾ എറണാകുളം വന്നാൽ ഒന്നിലെ ഓട്ടോയിൽ പിടിച്ച് വരും, അല്ലെങ്കിൽ ബസ്സിൽ എങ്ങനെ തൂങ്ങി പിടിച്ച് വരും. കുറേ ആയിട്ട് എറണാകുളമൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്നെന്തായാലും മെട്രോ കയറാൻ പറ്റി, കുഴപ്പമില്ല. ഇവിടെ എത്തി നമ്മുടെ ടിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്യണം. ഇങ്ങനെ അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള പരിപാടി. ഇപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടാലും അവിടെ നിന്ന് കയറണം, അതിൽ ഫുഡ് കഴിക്കണം. രാവിലെ അധികം ഒന്നും കഴിച്ചിട്ടില്ല, കാരണം നല്ല വിശപ്പുണ്ട്. ഇതിൽ കയറില്ല പറയും. ഇത് നല്ല എക്സ്പെൻസ് അല്ലേ? നമുക്ക് എക്സ്പെൻസ് ഉള്ളതൊന്നും വേണ്ട, എക്സ്പെൻസ് ഇല്ലാത്തതിൽ കയറാം. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അവിടെ പോയിട്ട് ഇതിപ്പോൾ ഇവിടെ ഏതായാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ ഏതാണോ അല്ലേ? നീ കുറേ ഇവിടെ ഉണ്ടാകുന്നതല്ലേ? ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നമുക്ക് നോക്കാം. പറ്റിയില്ലേ? വലിയ കുഴപ്പമില്ല അല്ലേ? നിങ്ങൾക്ക് പറ്റുമോ? ആവറേജ് തന്നെ. ആവറേജ്. എന്നാലും ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് വേണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ അടിയിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. ഫുഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ്. എന്നാലും വിശപ്പടങ്ങി, നല്ല വിശപ്പുണ്ടാകും രാവിലെ തൊട്ടൊന്നും കഴിക്കാണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതും മഴച്ചാറ്റിൽ തുടങ്ങി കേട്ടോ. ഇപ്പോൾ നല്ലൊരു മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മേളിൽ തന്നെയാണ് അവൻ്റെ ഓഫീസുള്ളത്. അവനെന്തോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പേയ്ക്കുണ്ട്. കൊടുക്കാനല്ല, വാങ്ങാൻ വേണ്ടി പേയ്ക്കാണ്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാം. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ ഈ മഴയത്ത്.
ആ മൂലൊക്കെ വണ്ടി കുടുങ്ങി ഗൈസ്. എടുത്തോ? ഇറങ്ങി പോയടത് അല്ലേ? ഇതിനടുത്ത് വള്ളക്കെട്ട് ഇവിടെ നിന്ന് കാര്യമായിട്ടില്ല ഒന്നുമല്ലേ? അങ്ങനെ ഇന്നലെയൊക്കെ നല്ല വെള്ളക്കെട്ടായിരുന്നു. ഇന്നലെയൊക്കെ അല്ലേ? ഇപ്പൊ മഴ പെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ കുറച്ചു മുമ്പ് തന്നെ മതിയാകും. അങ്ങനെ തോന്നുന്നുള്ളേ ആ ഭാഗത്തേക്ക്. എവിടെ? അങ്ങണ്ട് സൗത്തിലൊക്കെ ഉണ്ട് അല്ലേ? അതിനിപ്പോ മഴ ഇത്തിരി പെയ്തായിരുന്നു. ആ രാവിലെ ഒന്നും വലിയ മഴയില്ല. മാറാതെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം പോകും. ഓ രാവിലെ തൊട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവില്ലേ? റോഡിലൊക്കെ ഇടാനുള്ള വെള്ളം അതല്ലേ? അവിടെ നല്ല ബ്ലോക്ക് വരുമോ അതോ? നല്ല ബ്ലോക്ക് ആയിരിക്കും അല്ലേ? അങ്ങനെ കാറൊക്കെ നിന്നു. അതല്ലേ? ഞങ്ങള് കഴിവ് നോക്കും. അപ്പൊ അത്രയ്ക്ക് വെള്ളം കയറില്ലേ? ഓ അത്രയ്ക്ക് വരില്ലേ? ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഇതില്ല അല്ലേ? അതാണ് കാര്യം. കടലും കായലൊക്കെ ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കും ഓ അതൊക്കെ കാലക്കാത്തെ ആ ഈ ഹോട്ടലിലെ വേസ്റ്റ് പണ്ടത്തെ വേസ്റ്റ് അല്ലല്ലോ ഇപ്പൊ. ആ എല്ലാം ഈ മറ്റേ കൂട്ടായ എണ്ണയൊക്കെ കിടന്നേ ആ കട്ട പിടിക്കും. മനസ്സിലായോ? ആ കാനേര് കാനക്കകത്ത് ആ ഇപ്പൊ എഫ് സി റോഡില് പത്മാവതിയടുത്തുള്ള ഹോട്ടലുകളൊക്കെ മറ്റേ ഷവർമയും മറ്റേ കുഴിമത്തി അത് ഇതൊക്കെ വിൽക്കുന്ന ഹോട്ടലുകളാണ്. അതെ അവിടുത്തെ വേസ്റ്റ് ഈ കാണല് വന്നിട്ടുണ്ടെങ്കിൽ ഇതാവൂലേ? ആനക്കോറിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതുപോലെ കാണാനൊക്കെ മണിക്കൂർ പെയ്യാതെ എന്നുണ്ടെങ്കിൽ വെള്ളം കാണും. വെള്ളം താങ്ങുമല്ലേ? എന്നാലും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ നല്ല. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരുന്നതേ. എങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ മുങ്ങിപ്പോവില്ലേ? തന്നെ ട്രെയിൻ ഉണ്ടാവും? അപ്പോൾ ഉണ്ടാവും ട്രെയിനൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിക്കാം. ഒരു വീട്ടിലെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട് അവിടെ ചപ്പാത്തി കഴിക്കുന്നു. ഇതിൻ്റെ ഉള്ളധികം വന്നിട്ടില്ല അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ അത് രസമില്ല. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്തു. ട്രെയിൻ വരുന്നുണ്ട് അവിടുന്ന്. കാരണം പണിയൊക്കെ പോണ പണിയുടെ ഒരു വലിയ ആൾക്കാരെ നാട്ടിൽ പണിയില്ലടോ. നമ്മളെ നാട്ടിൽ പണിയില്ലേ? നിങ്ങളിവിടെ കേരളത്തിൽ നടത്താക്കണോ? നിങ്ങൾ കാരണം ഇവിടെ മലയാളിക്ക് പണി കുറവാ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത് തല്ലാനും കുത്താനും. മനസ്സിലായോ? നിങ്ങളുടെ നാട്ടില് മാന്യമായ പണിയുണ്ട്. നിങ്ങളിവിടെ കേരളത്തിൽ വന്നിട്ട് മലയാളികളെ പണി നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങും. തല്ലാനും കുത്താനും കൊല്ലാനും ഇറങ്ങും. കാരണം എന്താ പറയാ, നമ്മളെ പണി പോവുക. നിങ്ങള് മറ്റേ കടത്തേക്കാട്ട് ആക്കള് വരുമ്പോ മനസ്സിലായില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ കൊല്ലാനോ എന്തിനും നമ്മള് റെഡിയാവും. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇവിടെ പണിയില്ല കേരളത്തിൽ. മനസ്സിലായില്ലേ? നിങ്ങൾ കുറെ ടീം വരുമ്പോ പിന്നെ മിണ്ടാണ്ട് പോകണ്ട, നാട്ടിൽ പോകണ്ട, പൊയ്ക്കടാ. നമ്മളെ നാട്ടിലില്ല കുറെ പണിയും കാര്യങ്ങളൊക്കെ. നിങ്ങളിവിടെ കേരളത്തിൽ കളയാൻ വരണോ? നിങ്ങൾ കാരണം നമ്മക്ക് ഇവിടെ പണിയില്ല. മനസ്സിലാക്കിയോ? കുറെ കാലായിട്ട് ഇവര് വരുമ്പോ മാത്രമേ, ഇവര് ബംഗാളികൾ വരുമ്പോ മാത്രം 4-5 മണിക്കൂറുള്ള പണി ഇവർക്ക് കൊടുക്കുക. നമ്മള് മലയാളികളെ നമ്മക്ക് പിന്നെ എന്താ പറയാ, നമ്മള് ബിടെക് പഠിച്ചിക്കോ, നമ്മളെന്താ കോളേജ് പഠിച്ചിക്കോ, നമ്മക്ക് അറിയുന്ന പണിയുണ്ടായി നമ്മളെടുക്കുക. പിന്നെ നിങ്ങളിവിടെ കേരളത്തിൽ ഒന്നും കാര്യം കളയുക. നമുക്ക് പിന്നെ നമ്മളെന്താ വലിയ പഠിച്ചവരൊന്നല്ല, നമ്മൾ വലിയ പഠിച്ചവരൊന്നല്ല. നമുക്ക് അറിയുന്ന പണി എടുക്കുകയുള്ളൂ. നിങ്ങളെ നാട്ടില് പണിയില്ലേ?
നിങ്ങളെ നാട്ടില് മാന്യമായ പണിയില്ലേ? ഇല്ല, പിന്നെ നിങ്ങള് കേരളത്തിൽ വരാക്കണോ? നിങ്ങൾ നമ്മളെ കഞ്ഞിയിൽ വാറ്റിയിടാൻ പറ്റില്ല. ഒരു കാരണം നമ്മള് കൊലയാളിയാവുന്നേ. ഒരു കാരണം ഇപ്പൊ ഞാൻ കൊലയാളിയാവുന്നേ. ഇവർക്ക് മാത്രം പണി, നമ്മക്ക് മലയാളികൾക്ക് പണിയില്ല. വല്ലാത്ത അവസ്ഥ തന്നെ. ഇവര് മാത്രം വലിയ ആൾക്കാർ. പാലക്കാട് വീട്ടിലെത്തിട്ട് പറയും ഞങ്ങള് പാലക്കാട് ഇറങ്ങാണ്. ഇവര് കാരണം ഉണ്ടാ നമ്മളൊക്കെ കൊലയാളി മറ്റാളിയാവുന്നേ. ഇവരിവിടെ കടത്തി കഴിഞ്ഞിട്ട് വരും, നമ്മളെ പണി ഇല്ലാണ്ടാക്കാൻ. എന്റെ നാട്ടിൽ കൂടെ ഒന്നല്ല, നമ്മൾ കേരളത്തിൽ കൂടെ തന്നെ. അപ്പൊ അതിന്റെ മാന്യത ഈ തരണോ? മിണ്ടാണ്ട് ഇരിക്കുകയാണ്, മിണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഇല്ല, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ കടഞ്ഞ് ചാവാൻ നിക്കണ്ട. ഈ കൈത്താർത്ത് കൊന്നോളും ഞാൻ. അവിടെ കുത്തിക്കേണ്ട കുട്ടികളോ കേട്ടോ. എന്റെ ഉത്തർപ്രദേശ് ഒന്നല്ല, വെൽക്കം ടു കേരള. മനസ്സിലായില്ലേ? കടഞ്ഞ് ചാവാൻ നിക്കണ്ട. ഈ കേരളത്തിലെ ചക്കന്മാരെ മനസ്സിലായില്ല. ഒരിക്കലും ഓന്റെ അവകാശമാണല്ലോ. ഓന്റെ 2 റിസർവ് ചെയ്താ, ഓന്റെ അന്ത റിസർവ് ചെയ്താ റൈറ്റ് അടിക്ക് ഞാൻ യൂപിയിലെത്തി മൈര മൂക്കിനെ പാലാൻ പൊളിച്ചോളും ഞാൻ. ഓനെ നമ്മള് പേടിക്കണോ? നമ്മൾ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം അങ്ങോട്ട് വരിക. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് ഇപ്പം അങ്ങോട്ട് വരിക. അപ്പൊ പിന്നെ പറഞ്ഞാൽ ഞാൻ പേടിക്കണോ? കൊലക്കേസ് കഴിഞ്ഞ് വരുന്ന ഞാൻ കുട്ടാൻ കുത്തിക്കാളും ഞാൻ തലക്കാൻ നിൽക്കണ്ടായി. മര്യാദക്ക് ഈ എന്റെ നാട്ടില് വട്ടിയാവുണ്ടെന്ന് അവിടെ ആയിക്കോ. ഇത് കാരണത്ത് കൂടെ തന്നെ പോണേ. മലയാളികൾ ഇട്ടോ, ഫുള്ള് മലയാളികള്, ബാക്കി ഫുൾ മലയാളി. അല്ലാണ്ട് ഇന്ത്യക്കാരൻ ഞാൻ മനസ്സിലാക്കിക്കോ. സ്ഥലത്ത് ഞാൻ കൈത്തറപ്പ് തന്നെ ചോദിച്ചു. എനിക്ക് അതിലൊരു പേടിയില്ല. ഇവിടുന്ന് ആര് വേണം പോലീസിനെ വിളിച്ചോട്ടെ. എന്റെ കൈത്താണ് നടത്തുള്ളൂ. അവര് മാത്രമുള്ള സീറ്റൊന്നുമല്ല മൈരാണ്. നമ്മള് 14 ദിവസം കഴിഞ്ഞ് ജയിലിനുള്ളിൽ നിന്ന് വെറുതെ ഇറങ്ങി വരികയാണോ കഴിഞ്ഞ ആഴ്ച? കേരള, ഇത് കേരള. എന്റെ നോടെന്നുള്ള അറ്റാട്ടി മുഖടപ്പയൊന്നല്ല. ഉണ്ടല്ല ഈ എന്താ നാവാടുന്ന് നാവടലടാ ഉണ്ടല്ലടാ ഉണ്ടല്ലടാ ഉണ്ടല്ല എന്നാല് ഉണ്ടല്ല എന്താണാടി കണ്ണ ഓനാരടാ അത് ഓനാരടാ ഒരാഴ്ച ആയിട്ടുള്ളൂ. സെൻട്രൽ ജയിലില് റിലീസാ. മനസ്സിലായില്ല? മിണ്ടാണ്ട് ആടെ ഏറ്റോ. ഈ എവിടെ പോണ്ട ചെയ്യ അവിടെ പോ. ഈ അവിടെ പോടാ. മിണ്ടാണ്ടാടെ ഇരുന്നോ കേട്ടോ. അപ്പൊ റിലീസായി ജയിലിൽ നിന്ന് കൂടെ ഇറങ്ങി വരിക. മിണ്ടാണ്ടാടെ ഇരുന്നോ. മിണ്ടാണ്ട് എവിടെയാ പോണ ചെയ്യാ. എന്റെ നാട്ടിൽ പോണ്ട പോ. ഉള്ള നാവാടെ നിൽക്കണ്ട കേട്ടോ. വണ്ടി അയക്കോ ഉള്ളടാവേ. മനസ്സിലായില്ല കേട്ടോ. ഒരാഴ്ച അടിക്ക് ഈ ശവകർമ്മിൽ എത്തിപ്പോയി. മനസ്സിലായിക്കല്ലേ? എന്റെ നാട് ഉത്തർപ്രദേശ് ഒന്നല്ല, കേരള കേട്ടോ. കേരള നാട്ടിലേക്ക് ഞാൻ മനസ്സിലാക്കിയോ. വയല് വിരലിട്ടോരാന്നുള്ള ഒരുപാട് മാറിപ്പോയി വായിട്ടോ കേട്ടോ. ഇത് കേരളത്തിൽ കൂടെ അങ്ങനെ 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 പോവാ. എന്റെ നാട്ടിൽ പോകണ്ട മിണ്ടാണ്ട് പൊയ്ക്കോ. കാണാല് ഞാൻ എറണാകുളം നായിട്ടാ 3 കൊല്ലായി. 3 കൊല്ലായി ഞാൻ നടക്കുന്നത്. ഇന്നലെ കൊണ്ട് ഇറങ്ങി വരിക. എന്നോട് കൊണയാൻ നിൽക്കരുത്. മനസ്സിലാക്കല്ലേ? 26 വയസ്സായി ഞാൻ. 26 വയസ്സായി. എന്നെ കൊണയാൻ ഈ നിൽക്കരുത്. കേട്ടിക്കോ? എന്നെ കൊണയാൻ ഈ നിൽക്കരുത്. എന്താണ്ടാ ഇവരിടപെടുന്ന വെച്ചിട്ട് നിൽക്കുന്നേ? ഇവരിടപെടുന്ന വെച്ചിട്ട് നിൽക്കുന്നത്. ഞാൻ കാല് വെച്ചവിടെ എന്താ കാലിക്കൂലേ കാലിക്കൂലേ? ഈ മറ്റേ യുപിന്ന് വന്നിട്ട് ഇവിടെ കാലെത്താൻ പറ്റൂലെന്നറിയാം. ഞാൻ ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇതെന്റെ യുപിയാ? എന്റെ യുപിയാണോ ഇത്? എന്റെ യുപി മറ്റേ യുപി ഒന്നല്ല, അത് കേരള. ഇവിടെ മലയാളികൾ പറയും കാലക്കാൻ പറ്റുമോ പറ്റൂലേന്ന്. ഈ പറയേണ്ട ആവശ്യമില്ല. ഈ പറയേണ്ട ആവശ്യമില്ലടാ. മൈര ഇറങ്ങി പോടാ. എന്നാ വണ്ടിക്കോ ചെല്ലു പോടാ. വണ്ടിക്കോ ചെല്ലു. ആരമായണോ ചെല്ലു ചെല്ലു. ആരമായണോ ചെല്ലു. അങ്ങോട്ട് പോയിക്കോ. ഈ പോ എന്തേ അങ്ങോട്ട് ഔട്ടുണ്ടോ? ആടെ വടിക്കടാ. ആടെ വടിക്കടാ. ചെല്ലടാ. അങ്ങോട്ട് പോയിക്കോ. അങ്ങോട്ട് പോയിക്കോ. ഇത് ആരമായണോ ചെല്ലു. വടിക്കോ. എന്താ പുണ്ണ പറയുന്നേ? എന്താ അങ്ങോട്ട് ഔട്ടുണ്ടോ? ആടെ പൊയ്ക്കടാ. അങ്ങോട്ട് പൊയ്ക്കടാ. ഓനെ ഞാൻ ഇറക്കി വിട്ടാ. പോടാ. ഓനെ അങ്ങോട്ട് വിട്ടോ. ഓനെ വിടറാ. ഓനെ വിടറാ. അല്ല ഓന്റെ കയറ്റാണ് ഇറക്കും ഞാൻ. ഓനെ പോടാ. ഡാ ബൈ പോടാ. എന്തേ എനിക്ക് നമുക്ക് ഡൗട്ടുണ്ട്. എന്റെ കയറ്റ എത്ര ആൾക്കാരെ മുന്നിൽ ഇറക്കൂലെന്ന്. ഓനെ പായിപ്പിക്കടാ. ഓമ്പടെ കിടക്കാൻ പറ്റില്ല. എത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഓന്റെ കയറ്റാണ് ഇറത്തോളൂ ഞാൻ. പാടാക്കുള്ള അടിക്കാൻ പൊളിച്ചു. പൊറ്റ എന്നാ പട്ടിക്കടാ. ഇവിടെ പോടാ. അത് കേരള പട്ടിക്കോ. അങ്ങോട്ട് അങ്ങനെ പറ്റോ? ചെല്ലി അറിയാകില്ല. ഇവിടെ കിടക്കാൻ പറ്റൂലോ. അങ്ങനെ നമ്മൾ എറണാകുളം പോയി ഒലവക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണേ. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ചടച്ചു. ഇനിയിപ്പോൾ വീഡിയോസൊന്നും അധികം എടുത്തില്ല. ജസ്റ്റ് യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ
സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിരിക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുത്ത് എൻ്റെ ഫ്രണ്ട് ഉള്ളിൽ കയറിക്കാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി നേരെ എടുത്തിട്ട് വീട്ടിൽ പോവാണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.